ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമുക്ക് ഗാർഡനൊക്കെ ചെറിയ രീതിയിൽ ഒന്നും ശല്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഗാർഡനൊക്കെ ചെയ്യുന്നതിന് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതായത് ഗേറ്റിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഏരിയ വരുന്നത്. അവിടെ നമ്മൾ ആദ്യമേ തന്നെ ഒരു കോർണറിൽ കർവായിട്ട് നമ്മൾ കെട്ടിത്തിരിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ മണ്ണ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുക. അതായത് നമുക്ക് കാണുന്ന പോലെ ഫുൾ ടൈം പച്ചപ്പ് നിൽക്കുന്ന ഒരു പുല്ലുണ്ട്, ആ പുല്ല് നമുക്ക് പിടിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ അതിന് മുന്നേ ചെയ്യുന്നത് വെച്ചാൽ ഈ കർവ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും, അതായത് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെടികളെല്ലാം തന്നെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 60-70 സെൻറ്റിമീറ്റർ നീളത്തിലും അതുപോലെ തന്നെ ഒരു 60 സെൻറ്റിമീറ്റർ വീതിയിലും വരാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് മണ്ണ് ഫില്ല് ചെയ്യും. അതായത് മണ്ണ് ഫില്ല് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഹൈറ്റിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് കട്ടയൊക്കെ വിരിച്ചതിന് ശേഷം അതിൽ നിന്ന് വീണ്ടും ഒരു 10 ഇഞ്ച് പൊങ്ങി നിൽക്കാവുന്ന രീതിയിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിടുക. അതായത് ടോട്ടൽ നമുക്കൊരു 14 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച് കട്ടയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം നമുക്ക് 4 ഇഞ്ച് പൊങ്ങും, ബാക്കി നമുക്ക് 10 ഇഞ്ച് ഹൈറ്റിൽ നിൽക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചെടികൾ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഈ ചെടികൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഊറി പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഈ വെള്ളം വരുന്ന മഴവെള്ളം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മഴവെള്ളം അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന ചെടികളൊക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ നമുക്ക് സെപ്പറേറ്റ് കണ്ട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഏറ്റവും താഴെയായിട്ട് നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് വെള്ളം വരുന്നത് ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആ പൈപ്പ് വരുന്നത് നമ്മുടെ കട്ട വിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കട്ട വിരിക്കുമ്പോൾ കട്ടയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന രീതിയിൽ. പിന്നെ നമ്മൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ 2 ഏരിയകൾ തിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മണ്ണിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ കൊടുക്കുകയാണെങ്കിൽ വീട് നല്ല രസമായിരിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ വീട് വെക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ചെടി വയ്ക്കുന്ന ഏരിയകളിലാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കട്ട കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കാനും സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയകളെല്ലാം തന്നെ ചെറിയ ചെറിയ കോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ വയറിങ്ങിൻ്റെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് സെപ്പറേറ്റ് ലൈനുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റിൽ അതിൻ്റെ അകത്തേക്ക് വെക്കുന്ന ചെടി ലൈറ്റ് സെപ്പറേറ്റ് നമുക്ക് അതിലേക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അതുപോലെ വേണമെങ്കിൽ നമുക്ക് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കാം. അതായത് നമുക്ക് സ്പ്രിംഗ്ലർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ വെള്ളം നനയ്ക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ ഐഡിയപരമായിട്ട് നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.